ഇന്ന് നമ്മുടെ മമ്മൂക്കാൻ്റെ വേട്ടയാട് വിളയാട് ദിവസമാണെന്ന് തോന്നുന്നു. ബ്രഹ്മയുഗം ടീസർ വന്നിട്ടുണ്ട്. രാവിലെ ഓസ്ലർ കഴിഞ്ഞു. അപ്പം ബ്രഹ്മയുഗം ദ ഏജ് ഓഫ് മാഡ്നസ്, ഇതിൻ്റെ പോസ്റ്റർ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഓ മാൻ, ഈ പാലേരി മാണിക്യത്തിലെ മമ്മൂക്കയൊക്കെ ഉണ്ടല്ലോ, ഒരു കൈൻഡ് ഓഫ് സാധനമുണ്ട്. ഒരു വല്ലാത്തൊരു തരം നോട്ടവും ചിരിയും ഒരു മാനറിസവും ഉണ്ട്. അതുക്കും മുകളിൽ എന്തോ ആണ് ബ്രഹ്മയുഗം എന്നുള്ളത്. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ആ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു. ഇപ്പോൾ അതാ ടീസർ ഔട്ടായിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ്. സോ ഹൊറർ കൈൻഡ് അല്ല, ഹൊറർ തന്നെയാണ് സാധനം എന്നുള്ളത് ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു തോട്ട്, ഒരു ഫീലിംഗ് ഇങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടാ. കാരണം ഒരു ഹൊറർ സാധനമായി ആ ഉണ്ടടേ. 2 പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പോസ്റ്ററും കൂടി ആയപ്പോൾ തേറ്റപ്പല്ലും കണ്ണും എല്ലാം കൂടി ആയപ്പോൾ രണ്ടാമത്തെ പോസ്റ്ററിൽ ഉറപ്പിച്ച്. പിന്നെ ഈ ഇവരുടെ ഈ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ ജോണറിലുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു കേട്ട് അതും കൂടി ആയപ്പോൾ ഉറപ്പിച്ച് മമ്മൂക്കാൻ്റെ ഒരു ഹൊറർ സാധനമാണ് വരാൻ പോണേന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ബ്രഹ്മയുഗത്തിൻ്റെ ടീസർ നോക്കാം. കാലം പോലെ കലങ്ങി മറഞ്ഞ ഒരു പുഴ വേറെ ഇല്ല. അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകും. ഈ മനക്കലെ പടിപ്പര കടന്നാ പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇതന്നെയാണ്. ഓ, അർജുന അശോകനാണ്. ആൻഡ് ഈ സിനിമ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല. ഉള്ളാലോ. എന്നാൽ പിന്നെ ഇനി ഇതും ഈ വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആക്കാം. എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആക്കാം. ഇതെടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈസായിരിക്കും കേട്ടോ സാധനം. സിനിമ വേറെ വൈബ് തരും. ഹൊറർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മമ്മൂക്ക തിയേറ്റർ. അർജുന അശോകൻ്റെ ബോഡി ലാംഗ്വേജ്, ഈ ചങ്ങാതി ഇന്നും തകർത്തു. ഇയാളുണ്ട് കേട്ടോ. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഭൂതകാലം. ഭൂതകാലം അടിപൊളിയായിരുന്നു. ഭൂതകാലം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തിയേറ്ററിൽ കിട്ടിയില്ല. ഭൂതകാലം കണ്ടവർക്ക് അറിയാം, ലൈക്ക് ഹൊറർ ജോണറിലത്തെ വൺ ഓഫ് ദ കൈൻഡ് ആ ഒരു സാധനമായിരുന്നു. ഷെയ്നൊക്കെ തകർത്ത സിനിമയാണ്. ആൻഡ് അവരുടെ ഒരു എന്താ പറയുക, അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കിടിലായിരിക്കും അത്. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ ചിരിച്ച് പേടിപ്പിക്കൂടെ മമ്മൂക്ക. ആ ചിരി കണ്ടോ, ഒരു ജാതി ഒരു ചിരി, ആളെ പേടിപ്പിക്കുന്ന ചിരി. ഇതെനിക്ക് തോന്നുന്നു മൊത്തം ആ ഒരു പഴയ ഒരു മനയ്ക്കകത്ത് പോയി പെടുന്ന ആളുകളാണ് എന്ന് തോന്നുന്നു. ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ പ്രേതം അങ്ങനെ ഈ മന സെറ്റപ്പ് ഉണ്ടല്ലോ പഴയ ആ ഒരു ഡാർക്ക് സമയത്തുള്ള അങ്ങനെ എന്തോ സംഗതിയാണ് തോന്നുന്നു. ഇനി ഇങ്ങനെ വല്ല മറ്റേ പ്രേതത്തിനെ ഒഴിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വല്ല ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളോ വല്ലതോ ആണോ മമ്മൂക്ക. ചിരിയൊക്കെ ഒരുമാതിരി കറക്റ്റ് മറ്റേ അട്ടാസ് ചിരി, രാക്ഷസന്മാർ ഇരിക്കണ പോലെ ഉണ്ട്. ആൻഡ് ബൈ ദ വേ സെക്കൻഡ് പോസ്റ്ററിൽ ഒരു രാക്ഷസ രൂപം തന്നെ ആയിരുന്നു മമ്മൂക്കാൻ്റെ ആ ഒരു സെക്കൻഡ് പോസ്റ്റർ. നമ്മുടെ ജീവനപാഠം പോവാ. ഇത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഈ ബ്ലഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണെങ്കിലും ഈ ഒരു ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡിൽ ഇങ്ങനെ പോകും. സംഗതി മൊത്തത്തിൽ ആ ഒരു BGM സാധനമൊക്കെ ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്, പഴയ കാലത്തെ ഒരു സ്റ്റോറി പ്ലസ് ഒരു ഹൊറർ സാധനം എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴല്ലോ ഒരുമാതിരി സൈക്കടിക്കും തിയേറ്ററിൽ ഇരുന്ന് തോന്നുന്നു എനിക്ക്. എത്ര പേർക്ക് ഇത് കൺവിൻസിങ് ആവും എന്നുള്ളത് അറിയില്ല. ബട്ട്
ഞാൻ ലൈക്ക് റിയലി ഇത് ഇത്ര ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ച് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഈ സാധനത്തിലൂടെ തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ലൈക്ക് ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ടല്ലോ, ഈ ഹൊററിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, ആൻഡ് നോക്കാം ഇനി മമ്മൂക്ക വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഓ, ആ സാധനമൊക്കെ ആ ഊതിക്കെടുത്തുന്നൊക്കെ ലൈക്ക് അതൊക്കെ വേറെ സാധനത്തിലേക്കാണ് പോണേ തോന്നുന്നുണ്ട്. അതായത് ഒരു അറഗൻ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ, അതേപോലത്തെ ഒരു മന്ത്രവാദിയാണോ ഇവിടെ, അങ്ങനെയൊക്കെ ഒരു തോന്നുന്നുണ്ട്. ഈ ഒരു മനയ്ക്കകത്തുള്ള ഈ മന്ത്രവാദികളുടെ സ്റ്റോറി ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്നു. കുറേ കാലത്തിന് ശേഷം അയാൾ ഒറ്റപ്പെട്ട ഒരു മനയിൽ നിൽക്കുന്നൊരു വ്യക്തി മന്ത്രവാദിയാണോ, ആവാഹിക്കാൻ എന്താണ് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ ഈ അർജുന അശോകൻ്റെ ക്യാരക്ടർ ഇനി വല്ല ജയിലിൽ നിന്ന് പൊട്ടിച്ച് ചാടി അല്ല വല്ല രാജാക്കന്മാരിൽ നിന്നും ചങ്ങലോട്ട് ചോടി വരുന്നു വന്ന് മനയിൽ പോയി കയറുന്നതാണോ എന്നറിയില്ല. അതിന് ട്രഷർ ഹണ്ടും ആവാം, മേ ബി അങ്ങനെയാവാം. മനയ്ക്കകത്ത് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അവിടെ പാരുമില്ല, വയസ്സായിട്ടുള്ളൊരു മന്ത്രവാദിയേ ഉള്ളൂ, അങ്ങനെയേ ആവാം. പക്ഷെ എന്താണെങ്കിലും ടോട്ടാലിറ്റിയിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനവും പിന്നെ മമ്മൂക്ക എന്താ പറയുക, ഒരു ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ടല്ലോ, മമ്മൂക്ക എത്ര ധൈര്യത്തോട് കൂടി എടുത്തിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യണേ എന്നുള്ളതാണ്. അത് എടുത്ത് ചെയ്യാനുള്ള മമ്മൂക്ക പിന്നെ ധൈര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മലയാളികൾ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്യും. മമ്മൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ലൈക്ക് ആളുകളെ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഇതാണ്. മമ്മൂക്ക ഡെലിവർ ചെയ്യുന്നുമുണ്ട് ക്ലിയറായിട്ട്, നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മമ്മൂക്കാൻ്റെ ഇനി എന്തൊക്കെ വരും എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ പേഴ്സണലി അതാലോചിക്കുന്നത്. ഈ മനുഷ്യൻ ഇനി എന്തൊക്കെ റോള് ചെയ്യും, എന്തൊക്കെ തരും നമുക്ക് എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ എന്തൊക്കെ റോളിൽ കണ്ടിട്ട് നമ്മൾ വണ്ടറടിക്കായിരിക്കുന്നത് എന്നുള്ളത്. പയ്യന്മാർക്കൊന്നും ഒരു ചാൻസ് ഇങ്ങനെ കൊടുക്കണില്ല. ഇങ്ങനെ വെച്ച് അലക്കിയും കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വെച്ച് പറപ്പിക്കുകയാണ് ഇങ്ങനെ തോന്നുന്നുണ്ട്. ആ സാധനം കണ്ടല്ലോ, അത് അതിലുണ്ട് ഒരു അറഗൻ്റ് ആയിട്ടുള്ളൊരു മന്ത്രവാദിയോ അല്ല ഈ പ്രേതാവോ നമുക്ക് ഇനി? പ്രേതാവാനുള്ള വഴിയില്ല, ഒരു രാക്ഷസം മാതിരത്തെ ഒരു മന്ത്രവാദി അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനിടയിൽ ഒരു ലേഡി ഫിഗർ നടന്നു വരുന്നത് കണ്ട് എനിക്കത് കണ്ടപ്പോൾ എവിടെയോ നമ്മുടെ ഇതുണ്ടല്ലോ, അയ്യോ പൃഥ്വിരാജിൻ്റെ മൂവി എന്തായിരുന്നു, അനന്തഭദ്രം. ഓ, ഞാൻ വിട്ടുപോയി. അനന്തഭദ്രത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ദിഗംബരൻ അങ്ങനെ കൈൻഡ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ആണോ ഇനി പറയാൻ പറ്റില്ല. കാരണം അവരെങ്ങനെ ആ ലേഡി നടന്നു വരുന്ന ഒരു സീനും മമ്മൂക്കാൻ്റെ ആ ഒരു സംഗതി എല്ലാം കൂടി കണ്ടപ്പോൾ ഇനിയിപ്പോൾ അതാണ് ഞാനങ്ങനെ ആ ഒരു ആഭിചാര കർമ്മം ചെയ്യുന്ന ഒരു മന്ത്രവാദി സെറ്റപ്പിലേക്കുള്ളതാണോ എന്ന് പറയില്ല. ഇത് ടീസറേ ഇങ്ങനെ ട്രെയിലർ വരുമ്പോൾ പറയാം ബാക്കി എന്തായിരിക്കും എന്നെ പണി വെച്ചിറക്കുക എന്നുള്ളത്. എന്താണെങ്കിലും വെയിറ്റിംഗ്.